സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമലാ ഗോവിന്ദ് എഴുതിയ നോവൽ അധീന. അവതരണം സിന്ധു അശോക്. അധീന, മോളെ അധീ. അടുക്കള സ്ലാബിനു മേൽ 3 ടിഫിൻ ബോക്സുകൾ നിരത്തി വെച്ച് അതിൽ 3 മക്കളുടെയും ഇഷ്ടപ്രകാരം ചോറും കറികളും എടുക്കുന്നതിനിടയിൽ ഭാനു വാത്സല്യത്തോടെ വിളിച്ചു. എന്തോ അമ്മയോടുള്ള മുഴുവൻ സ്നേഹവും തുളുമ്പുന്ന വിധത്തിൽ അടുത്ത മുറിയിൽ നിന്ന് അധീന വിളി കേട്ടു. യൂണിഫോം ധരിച്ച ശേഷം സ്കൂൾ ബാഗിൽ ബുക്കുകൾ അടുക്കി വയ്ക്കുകയായിരുന്നു അവൾ. 6ാം ക്ലാസ്സിലാണ് അവൾ പഠിക്കുന്നത്. ആര്യക്കുട്ടിയും ആമിക്കുട്ടിയും ഒരുങ്ങിയോ മോളെ? ഭാനു വീണ്ടും ചോദിച്ചു. അധീന മുഖം തിരിച്ചു നോക്കി. ബെഡിൽ കമിഴ്ന്നു കിടന്ന് നിവർത്തി വെച്ച ബുക്കിൽ പെൻസിൽ അമർത്തി പിടിച്ച് ഒരു വീടിൻ്റെ ചിത്രം വരയ്ക്കുകയാണ് ആര്യക്കുട്ടി. ഊറി ചിരിച്ച് അധീന വിളിച്ചു പറഞ്ഞു. അവൾ പടം വരയ്ക്കാമേ, ഒരുങ്ങുന്നില്ല. ആര്യക്കുട്ടിക്ക് അത് ഇഷ്ടമായില്ല. ഇച്ചേച്ചിയോട് പിണങ്ങിയെന്ന് അവൾ മുഖം വീർപ്പിച്ച് ആംഗ്യം കാട്ടി. 3ാം ക്ലാസ്സിലാണവൾ. അധീനയ്ക്ക് ചിരി പൊട്ടി. ആമിക്കുട്ടിയോ, അവൾ ഒരുങ്ങിയോ മോളെ? ഭാനുവിൻ്റെ അടുത്ത ചോദ്യം വന്നു. അധീന ചുറ്റും ഒന്ന് നോക്കി. ആമി എവിടെ? അമ്മേ, ഇങ്ങോട്ട് ഓടി വന്നേ. അവൾ ദേ സ്കൂളിൽ പോകാൻ മടിച്ച് കട്ടിലിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കുന്നു. അധീന വിളിച്ചു പറഞ്ഞു. ധരിച്ചിരിക്കുന്ന നീല നൈറ്റിയിൽ കൈ തുടച്ചുകൊണ്ട് ഭാനു വാതിൽക്കലെത്തി. അധീന കണ്ണുകൊണ്ട് ആംഗ്യം കാട്ടി. ഭാനു മുറിക്കുള്ളിലേക്ക് കയറി. കട്ടിലിൻ്റെ അടിയിലേക്ക് കുനിഞ്ഞു നോക്കി. ബെഡിൽ നിന്നും താഴേക്ക് ഊർന്നു കിടക്കുന്ന ഷീറ്റിൻ്റെ മറവിൽ ആരും കാണില്ലെന്ന ഭാവത്തിൽ കൂനിപ്പിടിച്ചിരിക്കുകയാണ് 5 വയസ്സുകാരി ആമിക്കുട്ടി. അല്പം മുമ്പ് കുളിപ്പിച്ച് വിട്ടതാണ് അവളെ. ഇതുവരെ യൂണിഫോം പോലും ധരിച്ചിട്ടില്ല. ഒളിച്ചിരിക്കുന്നത് മതിയട ചക്കരെ, ഇങ്ങ് വന്നേ, അമ്മ യൂണിഫോം ഇട്ട് തരാം. ഭാനു കൈ നീട്ടി ആമിക്കുട്ടിയെ പിടിച്ചെടുത്തു. അവൾ അതിമനോഹരിയായ ഒരു കുഞ്ഞു പൂമ്പാറ്റയാണ്. ആമി ചിലുങ്ങിക്കൊണ്ട് വയറ് പൊത്തിപ്പിടിച്ചു. എനിക്ക് വയറ്റിലപ്പടി വേദനയാമേ. അവൾ കള്ളം പറയാമേ. വര തുടരുന്നതിനിടയിൽ ആര്യ പറഞ്ഞു. സ്കൂളിൽ പോകാൻ മടിച്ചിട്ടാ, അവൾക്ക് വയറ്റി ഒരു വേദനയില്ല. ആമിക്ക് ആര്യയുടെ കടന്നുകയറ്റം ഇഷ്ടമായില്ല. ഇവളെന്നെ ഇന്നലെ വയറിന്മേ ഇടിക്കാൻ വന്നതാമേ, അതാ എനിക്ക് വേദന വന്നത്. അയ്യോമേ, അവൾ കള്ളം പറയവാ, ഞാനെങ്ങും ഇടിച്ചില്ല. ആര്യ എണീറ്റിരുന്നു. ഭാനു ചിരിയടക്കിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു. അമ്മയുടെ ആര്യക്കുട്ടി എന്താണാവോ ഒരുങ്ങാത്തത്? ഞാനിപ്പോൾ ഒരുങ്ങും, ഇത് വരച്ചൊന്ന് തീർത്തോട്ടെ. ആര്യക്കുട്ടി വീണ്ടും വര തുടങ്ങി. ഇന്ന് ഇവർക്ക് 2 പേർക്കും സ്കൂളിൽ പോകാൻ മടി തന്നെയാമേ. അനിയത്തിമാരെ നോക്കി ഊറിയ ചിരിയോടെ അധീന പറഞ്ഞു. 2 ഇവിടെ നിന്ന് അടുക്കളപ്പണി ചെയ്ത് അമ്മയെ സഹായിച്ചോട്ടെ. ഞാൻ സഹായിക്കും, ആമി പറഞ്ഞു. ദേ അമ്മേ, സഹായിക്കാൻ ആളായി. അമ്മ രക്ഷപ്പെട്ടു. പക്ഷേ എനിക്ക് സ്കൂളിൽ പോകണം. എൻ്റെ മുടിയൊന്ന് പിന്നിത്തന്നേ. അധീന ഭാനുവിൻ്റെ കയ്യിലേക്ക് ചീപ്പെടുത്തു കൊടുത്തിട്ട് അവരോട് ചേർന്ന് നിന്നു. നീലയും വെള്ളയും കലർന്ന ചെക്കിൻ്റെ ഷോർട്ട് സ്കേർട്ടും വെള്ള ബ്ലൗസുമാണ് അവൾ ധരിച്ചിരിക്കുന്നത്. അതാണ് സെൻറ്റ് മേരീസ് സ്കൂളിലെ യൂണിഫോം. 11 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു അധീനയ്ക്ക്. തൻ്റെ നെഞ്ചൊപ്പമായിരിക്കുന്നു ഉയരം. കറുത്ത് ഇടതൂർന്ന നേരിയ ഒടുവുള്ള നീണ്ട മുടി 2ആയി ചീകി വകഞ്ഞ് ഭാനു മെടഞ്ഞു കൊടുത്തു. എന്നിട്ട് വെള്ള റിബൺ കൊണ്ട് ഇരുവശത്തും കെട്ടി. മകളെ തനിക്ക് അഭിമുഖമായി നിർത്തി ഭാനു ആകെയൊന്ന് നോക്കി. മനോഹരിയാണ് തൻ്റെ മകൾ. കവിളുകൾക്ക് ഇളം റോസാദളത്തിൻ്റെ നിറം വെച്ചിരിക്കുന്നു. കടമിഴികളിൽ സ്വപ്നങ്ങളുടെ തിളക്കമുണ്ടോ? ഈ വർഷമോ അടുത്ത വർഷമോ വയസ്സറിയിക്കാൻ മകൾ പാകപ്പെട്ടു വരുന്നുവെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ഭാനു തിരിച്ചറിഞ്ഞു. അമ്മ എന്താ ഇങ്ങനെ നോക്കുന്നത്? നിരയത്ത പല്ലുകൾ കാട്ടി ചിരിച്ചുകൊണ്ട് അധീന ചോദിച്ചു. മോള് വളരുന്നത് അമ്മ കാണുകയായിരുന്നു. അധീനയുടെ നെറ്റിയിൽ ഒരു മുത്തം നൽകിക്കൊണ്ട് ഭാനു പറഞ്ഞു. ഞാൻ വളർന്നില്ലല്ലോ മേ, ചെറിയ കുട്ടിയല്ലേ. അധീന ചിരിച്ചു. അപ്പോൾ അവളുടെ മിഴികളുടെയും അധരങ്ങളുടെയും അഴകിരട്ടിക്കുന്നത് ഭാനു കണ്ടു. പെട്ടെന്ന് അവർ ചെറുതായൊന്ന് ഭയപ്പെട്ടു. കാലം വല്ലാത്തതാണ്. ഇന്നത്തെ ലോകത്തെ പേടിക്കണം, പ്രത്യേകിച്ചും ഈ പ്രായത്തിൽ. ഓരോ പടി മുന്നോട്ട് വയ്ക്കുമ്പോഴും വളരുന്ന പെൺകുട്ടികളുടെ മേൽ കരുതൽ വേണം. താൻ ഓരോ നിമിഷവും ശ്രദ്ധിച്ചാണ് ഇരിക്കുന്നത്. 3 പെൺമക്കളുടെ അമ്മയാണെന്ന ബോധം എപ്പോഴുമുണ്ട്. പക്ഷേ താൻ ഇല്ലാതായി പോയാൽ ഓർത്തപ്പോൾ ഭാനുവിൻ്റെ നെഞ്ചു വിങ്ങി. അമ്മേ, അധീന വിളിച്ചു. വീണ്ടും അവർ മകളുടെ മുഖത്തേക്ക് നോക്കി. ദേ കണ്ടില്ലേ, 2ഉം ബെഡിൽ കയറി കിടപ്പാമേ. ഈ കള്ളികളെ വേഗം ഒന്ന് ഒരുക്കി വിട്ടേ. ഓട്ടോറിക്ഷ ഇപ്പോൾ വരും, അധീന ഓർമ്മിപ്പിച്ചു. അത് ശരിയാണല്ലോ. ഭാനു പെട്ടെന്ന് യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങി വന്നു. ആര്യക്കുട്ടിയും ആമിക്കുട്ടിയും പമ്മിക്കിടക്കുകയാണ്. ഭാനുവിന് ഒരു ബുദ്ധി തോന്നി. നീ പൊയ്ക്കോ ആദിമോളെ,
മടിയുള്ളവർ സ്കൂളിൽ പോകാതെ ഇവിടെ ഇരുന്നോട്ടെ. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് രമണേട്ടൻ എത്താറായി. രണ്ടിനും ഇന്ന് ചൂരൽപ്പഴം ഉറപ്പാ, അവൾ പറഞ്ഞു. പ്രൈവറ്റ് ബസ്സിലെ ഡ്രൈവറാണ് രമണൻ. ദീർഘദൂര സർവീസിന് പോകുമ്പോൾ പുലർച്ചെയേ എത്താറുള്ളൂ. അച്ഛൻ്റെ ചൂരൽപ്പഴം. അത് കേട്ടതോടെ ആര്യക്കുട്ടിയും ആമിക്കുട്ടിയും ചാടി എഴുന്നേറ്റു. കൂടുതൽ കുസൃതിയും ശാഠ്യവും എടുത്തപ്പോൾ 1-2 തവണ ആ ചൂരൽപ്പഴം അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഓർമ്മ വന്നപ്പോൾ ആര്യക്കുട്ടി ഉത്സാഹത്തോടെ ചാടി എഴുന്നേറ്റു. ഞാൻ വരച്ചു തീർന്നമ്മേ, ബാഗും എടുത്തു. എനിക്ക് സ്കൂളിൽ പോകാൻ ഒരു മടിയുമില്ലമ്മേ. ആമിക്കുട്ടിയും യൂണിഫോം കയ്യിലെടുത്തു. ഇതൊന്ന് ഇട്ട് തന്നേമ്മേ, ഞാനും സ്കൂളിൽ പോവാ. അദീന ചിരിയടക്കി. മക്കളെ ഭാനു വേഗം ഒരുക്കി. എന്നിട്ട് പറഞ്ഞു, അമ്മ ദോശ വിളമ്പി വയ്ക്കാം, വേഗം ഒന്ന് കഴിക്ക് മൂന്നാളും. അമ്മയുടെ മക്കൾ വിശന്ന് സ്കൂളിൽ പോവല്ലേ? കഴിക്കാമേ, മൂവരും സമ്മതിച്ചു. ഊണുമുറിയിലെ മേശയ്ക്ക് ചുറ്റും മക്കളിരുന്നു. ഭാനു കൂടെ ഇരുന്ന് ആമിയുടെ വായിലേക്ക് ദോശ മുറിച്ചു വെച്ചു കൊടുത്തു. ആ ഇടയ്ക്ക് അദീനയും ആര്യയും വായ തുറന്നു. ഭാനു അവരുടെ വായിലേക്കും ദോശ വെച്ചു കൊടുത്തു. മക്കൾ കഴിക്ക്, ദേ വയറ് നിറയെ കഴിക്കണം കേട്ടോ. ആ തീറ്റിക്ക് വയറ് നിറയെ ഉരുട്ടിക്കൊടുത്ത് തീറ്റിക്കടി. തിന്ന് നിൻ്റെ മക്കൾ മാത്രം പന പോലെ വളർന്നാൽ മതിയല്ലോ. പെട്ടെന്നാണ് സൈഡ് റൂമിൻ്റെ വാതിൽക്കൽ നിന്ന് ഒരു ശബ്ദം കേട്ടത്. ബാക്കിയുള്ളവർക്കും വായും വയറും ഉണ്ടടി. പാച്ചിയമ്മയാണ് രമണൻ്റെ അമ്മ. അവരുടെ മുഴുവൻ പേര് പാർവതി എന്നാണ്. പ്രായം 65 മേൽ വരും. സെറ്റും മുണ്ടുമാണ് വേഷം. പിള്ളേരെ സ്കൂളിലേക്ക് വിട്ടിട്ട് അമ്മയ്ക്ക് തരാമെന്ന് കരുതിയാ ഞാൻ. ഭാനു തെല്ലി വിഷമത്തോടെ എഴുന്നേറ്റു. സാരമില്ല, അമ്മയ്ക്ക് വിശക്കുന്നെങ്കിൽ വന്നോളൂ. പിന്നെ നിൻ്റെ സൗകര്യത്തിന് വിളമ്പി വയ്ക്കുമ്പോൾ തിന്നാൻ എൻ്റെ പട്ടി വരും. പാച്ചിയമ്മ രോക്ഷത്തോടെ തിരിച്ചു മുറിയിലേക്ക് കയറി. എന്നിട്ട് അതേ വേഗത്തിൽ മടങ്ങി വന്നു. കയ്യിലൊരു സഞ്ചിയുമുണ്ട്. ദോശ ഉണ്ടാക്കി വയ്ക്കാൻ ഞാൻ വേണം. കഴിക്കാൻ നേരത്ത് വേണ്ട. ഞാനങ്ങനെ ആരുമില്ലാത്തോളൊന്നുമല്ലടി. എനിക്കൊരു മോളുണ്ട്, രേവതി. ഞാനെന്ന് വെച്ചാൽ ജീവനാ അവൾക്ക്, അറിയാമോ? നീയൊരു സൂക്കേടുകാരിയാണല്ലോന്ന് വെച്ച് ഇവിടെ നിന്നപ്പോൾ എനിക്ക് വിലയില്ല. നീ ഇനി തന്നെ കിടന്ന് പണിയുകയുള്ളൂ. പാച്ചിയമ്മ ചീറി. ശരിയാണ്, ഭാനു അസുഖക്കാരിയാണ്. അവൾക്ക് ബ്ലഡ് ക്യാൻസറാണ്. അധികം ജോലിയൊന്നും ചെയ്യാൻ ഭാനുവിന് വയ്യ. പാച്ചിയമ്മ അതറിഞ്ഞ് സഹായിക്കുകയും ചെയ്യും. പക്ഷെ വരവണ്ണം തെറ്റിയാൽ തീർന്നു. പാച്ചിയമ്മ വാതിൽക്ക് എത്തിക്കഴിഞ്ഞു. അമ്മേ, പോകല്ലേ, നിൽക്ക്. ഭാനു വിളിച്ചുകൊണ്ട് പിന്നാലെ ചെന്നു. അവൾക്ക് സങ്കടമായി. മുത്തശ്ശി പോയിട്ട് നാളെ അങ്ങ് വരും അമ്മേ. അതല്ലേ പതിവ്, അദീന പറഞ്ഞു. പതിവ് അതാണ്. രേവതിയും അമ്മയും തമ്മിൽ ചേരില്ല. പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നോളും. എന്നാലും ഭാനുവിന് സങ്കടം വന്നു. പാച്ചിയമ്മ സഞ്ചിയുമായി മുറ്റത്തിറങ്ങിയപ്പോഴേക്കും നൈറ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞ് എതിരെ വരുന്നുണ്ടായിരുന്നു രമണൻ. കയ്യിൽ കുറേ പൊതിക്കെട്ടുകളുമുണ്ട്. അമ്മ ഇതെങ്ങോട്ടാ? രമണൻ ചോദിച്ചു. എനിക്ക് സൗകര്യമുള്ളിടത്തേക്ക്, പാച്ചിയമ്മ രോഷം കൊണ്ടു. അമ്മ ഇടഞ്ഞിട്ടാണെന്ന് രമണന് മനസ്സിലായി. ഇടഞ്ഞാൽ തനി മൂർഖത്തിയാണ്. രേവതിയുടെ അടുത്തേക്കായിരിക്കും. അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ് അവൾ വിളിച്ചോമേ. വിളിക്കാതെ അങ്ങോട്ട് ചെന്നാലെന്താ? അവളെൻ്റെ കാല് വെട്ടുവോ? എന്നാൽ പിന്നെ അതൊന്ന് കണ്ടിട്ടേയുള്ളൂ. പാച്ചിയമ്മ വഴിയിലേക്ക് ഇറങ്ങി. രമണൻ ഉമ്മറത്തേക്ക് ചെല്ലുമ്പോൾ മക്കൾ മൂവരും പറന്നെത്തി. അച്ഛാ! ആമിക്കുട്ടിയെ കയ്യിലെടുത്ത് അയാൾ മുത്തം നൽകി. പിന്നീട് ആര്യയ്ക്കും അദീനയ്ക്കും മുത്തം കിട്ടി. അച്ഛൻ്റെ ചക്കരമുത്തിന് ഇതാ ഓറിയോ ബിസ്ക്കറ്റ്. അയാൾ കയ്യിലിരുന്നതിൽ ഒരു പാക്കറ്റ് ഇളയ കുഞ്ഞിന് നൽകി. അടുത്ത പൊതി ആര്യയ്ക്കാണ്. അവൾ ആവശ്യപ്പെട്ട ചായ പെൻസിലുകൾ. അദീനയ്ക്ക് നൽകിയ പാക്കറ്റിൽ മുടിക്ലിപ്പും നെയിൽ പോളിഷുമായിരുന്നു. മക്കളുടെ മുഖം വിടരുമ്പോൾ അയാൾ അടുത്ത പൊതി ഉമ്മറത്തേക്ക് വന്ന ഭാനുവിന് നൽകി. അവൾക്കറിയാം ആ പാക്കറ്റ് നിറയെ തനിക്കുള്ള മരുന്നാണെന്ന്. എന്താ നിൻ്റെ മുഖത്തൊരു വാട്ടം? ക്ഷീണം തോന്നുന്നുണ്ടോ? രമണൻ ഭാര്യയെ ശ്രദ്ധിച്ചു. ദോശ വിളമ്പാൻ വൈകിയതിന് മുത്തശ്ശി പിണങ്ങിപ്പോയി. അതിൻ്റെ സങ്കടം അമ്മയ്ക്ക്, അദീന പറഞ്ഞു. അപ്പോൾ ദോശ വിളമ്പാൻ വൈകി, അതാണ് ഇന്നത്തെ കാര്യമല്ലേ? രമണൻ ചിരിച്ചു. ഭാനുവിൻ്റെ ഭംഗിയുള്ള മുഖത്തൊന്ന് തട്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു. എടി പൊട്ടിക്കാളി, അമ്മയുടെ സ്വഭാവം നിനക്കറിയില്ലേ? എവിടെയും 1-ാം സ്ഥാനവും മേന്മയും അമ്മയ്ക്ക് വേണം. അവഗണന അമ്മ സഹിക്കൂ? അവഗണിച്ചതല്ല രമണേട്ടാ. ചേട്ടനൂടെ വന്നിട്ട് അമ്മയും കൂട്ടി നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന് കരുതിപ്പോയി. 1-ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള പിണക്കം അമ്മയ്ക്ക് ജന്മനാ ഉള്ളതാ. ഇക്കാര്യത്തിൽ അച്ഛനുമായി എന്നും വഴക്കായിരുന്നു. പാവം, സ്വൈര്യം കെട്ടാണ് പോയത്. മേൽപോട്ട് എന്ന് രമണൻ ആംഗ്യം കാട്ടി. തമാശ കേട്ടിട്ടും ഭാനുവിൻ്റെ മുഖം തെളിഞ്ഞില്ല. ഭാനു, അമ്മയുടെ അതേ സ്വഭാവം തന്നെയാ രേവതിക്കും.
എൻ്റെ പെങ്ങളാണേലും പറയാതിരിക്കാൻ പറ്റില്ല. മുരട്ട് സ്വഭാവമാണ്. അമ്മയും മകളും തമ്മിൽ ചേരുകയില്ല. നീ നോക്കിക്കോ, നാളെ ഉച്ചയ്ക്ക് മുമ്പ് അമ്മ ഇവിടെ എത്തും. അല്ലെങ്കിലും അവളേക്കാൾ അമ്മയ്ക്കിഷ്ടം നിന്നോടല്ലേ? അതെനിക്കറിയാം. ഭാനു പുഞ്ചിരിച്ചു. എന്നാൽ പിന്നെ ആ വിഷയം വിട്ടേര്. നീ ഇത് കൊണ്ടുപോയി വയ്ക്ക്. രമണൻ ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് പേഴ്സ് എടുത്ത് ഭാനുവിനെ ഏൽപ്പിച്ചു. കൂടെ ഒരു ലോട്ടറി ടിക്കറ്റും ഉണ്ടായിരുന്നു, 25 ലക്ഷത്തിൻ്റെ. നാളെ നറുക്കെടുപ്പ അടിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. സൂക്ഷിച്ചു വെച്ചോ. 25 ലക്ഷം അടിച്ചാൽ എങ്ങനെ രക്ഷപ്പെടുമെന്ന രമണേട്ട? ഭാനു ചിരിച്ചു. അടിക്കുകയാണെങ്കിൽ ഒരു 5 കോടി കിട്ടണം. 5 കോടിയോ? രമണൻ അമ്പരന്നു. അതെ, എന്നോട് ആരേലും നിനക്ക് എത്ര രൂപ വേണമെന്ന് ചോദിച്ചെന്നിരിക്കട്ടെ, ഞാൻ പറയും 5 കോടി വേണമെന്ന്. എന്തിനാമേ അത്രയും കോടി രൂപ? അധീന ചോദിച്ചു. എന്നെ ചികിത്സിച്ച് കടം കയറി നിൽക്കുകയല്ലേ മോളെ നിൻ്റെ അച്ഛൻ. അതൊക്കെ വീട്ടണം. പിന്നെ നിങ്ങളെ 3 പേരെ നല്ല നിലയിൽ പഠിപ്പിക്കണം. നിങ്ങൾക്ക് 3 പേർക്കും താമസിക്കാൻ കൊട്ടാരം പോലെ ഓരോ വലിയ വീടുകൾ പണിയിക്കണം. എല്ലാത്തിനും കൂടി അത്രയും വേണം മോളെ, ഭാനു ചിരിയോടെ പറഞ്ഞു. നിൻ്റെ അമ്മയുടെ മോഹം ചില്ലറയല്ല മോളെ, രമണൻ കളിയാക്കി. മോഹിക്കുമ്പോൾ കുറയ്ക്കുന്നത് എന്തിനാ രമണേട്ട? പ്രത്യേകിച്ചും മരണം കുറിക്കപ്പെട്ട ഒരാൾക്ക്. ഭാനു പെട്ടെന്ന് നിർത്തി. അപ്പോഴേക്കും വഴിയിൽ ഓട്ടോറിക്ഷ വന്ന് നിന്നു. അതിലിരുന്ന് മറ്റു കുട്ടികൾ അവരെ മൂവരെയും വിളിച്ചു. അധീന ചേച്ചി വാ, ആര്യക്കുട്ടി, ആമി വാ, ഓടി വാ. ഹായ് ടിങ്കു, ഞാൻ വരുവാടാ. ആമിമോൾ വിളിച്ചു കൂവിക്കൊണ്ട് ഓടി. മക്കൾ ചെന്ന് കയറിക്കോ. മൂവരുടെയും സ്കൂൾ ബാഗ് കയ്യിലെടുത്ത് രമണൻ പറഞ്ഞു. ഓരോന്നിനുമുണ്ട് 10 കിലോ ഭാരം. ആര്യ അയാൾക്ക് മുമ്പേ ഓടി. അധീന നിന്നു. ഭാനുവിൻ്റെ മുഖത്തേക്ക് നോക്കി. ആ കൊച്ചുമിഴികളിൽ നനവ് പടരുന്നു. ചെല്ലു മോളെ. അത് കാണാത്ത മട്ടിൽ ഭാനു പറഞ്ഞു. ആമിയുടെയും ആര്യയുടെയും കയ്യിൽ അമ്മയുടെ മോൾ എപ്പോഴും മുറുക്കി പിടിച്ചോണേ. അധീന തലയാട്ടി. എന്നിട്ട് ധൃതിയിൽ നീങ്ങി. ഓട്ടോ പോയപ്പോൾ തിരികെ വന്നു രമണൻ ഭാനുവിനെ ശാസിച്ചു. മരണം കുറിച്ച കാര്യം പറയാൻ കണ്ട സമയം കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ച് അങ്ങനെ പറയല്ലേ എന്ന് നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഭാനു. മുറിയിലേക്ക് കയറി ഷർട്ട് ഊരി അയയിലിട്ടുകൊണ്ട് അയാൾ തുടർന്നു. ഇളയവൾക്കറിയില്ല, പക്ഷേ ആദ്യമോൾക്ക് തിരിച്ചറിവായി. വളരുന്ന കുട്ടിയെ അവൾ. കണ്ണ് തുടച്ചുകൊണ്ട് അവൾ പോയത്. പിള്ളേരെ നിൽക്കുന്നെന്ന് പെട്ടെന്ന് ഞാൻ ഓർത്തില്ല ചേട്ടാ. പക്ഷെ ഞാൻ പറഞ്ഞത് സത്യമല്ലേ? എന്ത് സത്യം? രമണൻ നെറ്റി ചുളിച്ചു. ദൈവം മരണം കുറിക്കുമ്പോഴേ ഒരാൾക്ക് ബ്ലഡ് ക്യാൻസർ ഉണ്ടാകൂ. ഞാൻ അടക്കാൻ ശ്രമിച്ചിട്ടും അവളൊന്ന് വിതുമ്പിപ്പോയി. അതൊക്കെ പണ്ട്. ഇപ്പോൾ എല്ലാ രോഗത്തിനും ചികിത്സയുണ്ട് ഭാനു. ദൈവം കുറിച്ച രോഗം ചികിത്സിച്ച് മാറ്റുന്ന ഡോക്ടറും ദൈവം തന്നെയാണ്. വർഷം 3 രമണേട്ട ചികിത്സ തുടങ്ങിയിട്ട്. രമണേട്ടൻ്റെ അധ്വാന ഫലം മുഴുവനും മരുന്നും ചികിത്സയുമായി തീർന്നു. താമസിക്കുന്ന ഈ വീടും പറമ്പും പണയത്തിലുമായി. ഭാനുവിന് സങ്കടം തിങ്ങി. അതൊന്നും സാരമില്ല ഭാനു, ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ എല്ലാം തിരിച്ചെടുക്കും. 2 വർഷം കൂടി ഇതേപടി മരുന്ന് തുടർന്നാൽ പിന്നെ ഒരു 5 വർഷം കൂടി കഴിഞ്ഞാലും മരണം നിൻ്റെ അടുത്തേക്ക് വരില്ലെന്നാണ് ഡോക്ടർ സത്യപാൽ പറഞ്ഞത്. ഭാനുവിൻ്റെ മിഴികൾ തുളുമ്പി. എത്ര കഷ്ടപ്പെടാനും ഞാൻ ഒരുക്കുമാ. നീ എൻ്റെ കൂടെ ഉണ്ടായാൽ മതി. ഒരു മരണത്തിനും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ലടി. ബലിഷ്ഠങ്ങളായ കൈകൾ നീട്ടി അയാൾ അവളെ ചേർത്ത് പിടിച്ചു. ഭാനു അയാളുടെ രോമാവൃതമായ മാറിൽ മുഖമണച്ചു നിന്നു. ഇല്ല, ഈ ആളെ വിട്ട് മരണത്തിലേക്ക് ഞാൻ പോവില്ല, ഒരിക്കലും പോവില്ല. അല്പസമയം ആ മാറിലെ ചൂട് പറ്റി നിന്നിട്ട് ഭാനു മെല്ലെ മുഖമുയർത്തി. വിശക്കുന്നില്ലേ? വേഗം കുളിച്ചിട്ട് വരൂ, നമുക്ക് ആഹാരം കഴിക്കാം, അവൾ പറഞ്ഞു. അയാൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ആഹാരം കഴിച്ചിട്ടൊന്നും മയങ്ങണം, എന്നാലേ ക്ഷീണം പോകൂ. നീ ഇത്തിരി എണ്ണ ഇങ്ങതാ, ഇപ്പോൾ തരാം. ഭാനു അടുക്കളയിലേക്ക് നീങ്ങി. വെളിച്ചെണ്ണ കുപ്പിയുമായി തിരിച്ചെത്തി. അവൾ തന്നെ അയാളുടെ മുടിയിൽ എണ്ണ വെച്ചു കൊടുത്തു. അല്പം അയാളുടെ ദേഹത്തും പുരട്ടി. രമണൻ ബാത്റൂമിലേക്ക് കയറിയതിന് പിന്നാലെ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ ഭാനുവിന് തോന്നി ശരീരത്തിൻ്റെ ബലം കുറയുന്നുണ്ടെന്ന്. അവൾ ഊണുമുറിയിലേക്ക് വന്ന് കസേരയിലിരുന്നു. അല്പം ക്ഷീണം തോന്നുന്നുണ്ടെന്ന് രമണേട്ടനോട് പറയണോ? വേണ്ട. പറഞ്ഞാൽ ഇപ്പോൾ തന്നെ വണ്ടി വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ഇന്നലെ ഉറങ്ങിയിട്ടില്ല. ഒന്ന് മയങ്ങണമെന്ന് പറഞ്ഞതേയുള്ളൂ രമണേട്ടൻ. രാവും പകലും തനിക്ക് വേണ്ടി അധ്വാനിക്കുകയാണ് പാവം. രമണൻ കുളി കഴിഞ്ഞു വന്നു. ഇരുവരും ഒരുമിച്ചിരുന്ന് ദോശ കഴിക്കുമ്പോഴാണ് മുറ്റത്തു നിന്ന് ഒരു വിളി. ഭാനുവേച്ചി, രമണേട്ടൻ വന്നോ? വന്നല്ലോ. രമണൻ തന്നെ ഉമ്മറത്തേക്ക് ചെന്നു. തെക്കേപ്പുറത്തെ വീട്ടിലെ രവീന്ദ്രൻ മാഷിൻ്റെ മകനാണ് ഹൈസ്കൂൾ വിദ്യാർത്ഥിയായ അനന്തു. എന്താ മോനെ? രമണൻ ചോദിച്ചു. അമ്മയുടെ ഫാദർ അറ്റാക്കായിട്ട് ഹോസ്പിറ്റലിലാണെന്ന് ഫോൺ വന്നു. അച്ഛൻ ടൂറിലാണ്, അതുകൊണ്ട് കാർ ഓടിക്കാൻ ആളില്ല. രമണേട്ടന് വരാൻ പറ്റുമെന്ന് അമ്മ ചോദിച്ചു.
പിന്നെന്താ, ഞാനിതാ വരുന്നെന്ന് ടീച്ചറോട് പറഞ്ഞു. അനന്തുവിൻ്റെ അമ്മ വിജയകുമാരിയും ടീച്ചറാണ്. അനന്ത് പോയപ്പോൾ ഭാനു പറഞ്ഞു. ചെല്ലാമെന്ന് പറയേണ്ടിയിരുന്നില്ല രമണേട്ടാ. വിജയകുമാരി ടീച്ചറിൻ്റെ വീട് അങ്കമാലിയിലാണ്. ഇന്നലെ ഉറക്കം വിളിച്ചതല്ലേ. അത്രയും ദൂരമൊക്കെ വണ്ടി ഓടിക്കാന്ന് വെച്ചാൽ. ഒന്നുമില്ല ഭാനു. രമണൻ ചിരിച്ചു. സ്റ്റിയറിംഗ് എൻ്റെ കയ്യിൽ കിട്ടിയാൽ പിന്നെ വണ്ടി താനേ ഓടിക്കൊള്ളും. എനിക്കാ ധൈര്യമുണ്ട്. മാത്രമല്ല കൂലി കിട്ടുന്നതല്ലേ. നമുക്കും പണം ആവശ്യമല്ലേ ഭാനു. ഭാനു മിണ്ടിയില്ല. തീരുമാനിച്ചാൽ തീരുമാനിച്ചതാണ്. തടഞ്ഞാലും നിൽക്കില്ല ആൾ. രമണൻ വേഗം വേഷം മാറി വന്നു. ഭാനു, അമ്മ ഇവിടെ ഇല്ല. അതുകൊണ്ട് നീ തനിയെ ജോലിയൊന്നും ചെയ്യണ്ട. ഞാൻ വന്നിട്ട് ചെയ്തോളാം. നീ വിശ്രമിച്ചോ. ഭാര്യയുടെ മുടിയിലൊന്ന് തഴുകിക്കൊണ്ട് രമണൻ പറഞ്ഞു. എന്നിട്ട് പൂമുഖത്തേക്ക് നീങ്ങി. അയാളെ പിന്തുടർന്ന് വാതിൽക്കലെത്തുമ്പോൾ ഭാനു അറിഞ്ഞു. തലയ്ക്കുള്ളിൽ ഒരു പുകച്ചിൽ. രമണേട്ടനോട് നിൽക്കാൻ പറയണോ? പറഞ്ഞാൽ യാത്ര മുടങ്ങും. പറയണ്ട ഭാനു. പെട്ടെന്ന് രമണൻ തിരിഞ്ഞു നിന്നു. നീ ഒറ്റയ്ക്കേയുള്ളൂ, സൂക്ഷിക്കണം. ആ. മൂളുമ്പോൾ ഭാനു ശരിക്കും ഭയന്നു. എന്താണിത്? പതിവില്ലാതെ ഈ ഓർമ്മപ്പെടുത്തലും തിരിഞ്ഞു നിൽപ്പും. ഉറക്കം വിളച്ചും ക്ഷീണിച്ചും ഇരുന്നിട്ടും ഡ്രൈവ് ചെയ്യാൻ പോവുകയാണ്. അവൾ നെഞ്ചിൽ കൈവച്ചു പ്രാർത്ഥിച്ചു. ഈശ്വരാ, ഈ ആളെ കാത്തോളണേ. കാൽവിരലിൽ ഒരു സൂചിത്തുരുമ്പ് പോലും കൊള്ളാതെ തിരിച്ചെത്തിച്ചു തരണേ. രമണൻ കണ്ണിൽ നിന്ന് മറഞ്ഞിട്ടും ഭാനു വാതിൽപ്പടിയിൽ പിടിച്ച് അതേപടി നിന്നു. പെട്ടെന്ന് തോന്നി തലയ്ക്കുള്ളിൽ പുകച്ചിൽ ഇരട്ടിക്കുന്നുവെന്ന്. കാലുകൾക്ക് ബലക്ഷയം കൂടുന്നുണ്ടോ? വാതിൽപ്പടിയിൽ നിന്നും പിടിവിട്ടതു ഭാനു അറിഞ്ഞില്ല. അവൾ വീണു. പടിയിൽ ശക്തിയായി തലയിടിച്ചായിരുന്നു വീഴ്ച. തലയ്ക്ക് മുറിവ് പറ്റി. പടിയുടെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും രക്തം ഒഴുകിപ്പരന്നു. ബോധാവസ്ഥയുടെ അവസാന ബിന്ദുവിൽ ഭാനു കണ്ടു 3 പെൺമക്കളുടെ മുഖങ്ങൾ. ആമി, ആര്യ, അധീന. ഭാനുവേച്ചിയെ. മുറ്റത്ത് നിന്നുകൊണ്ട് സാലി വിളിച്ചു. സാലി കുടുംബശ്രീയുടെ സെക്രട്ടറിയാണ്. ഭാനുവും മുമ്പ് കുടുംബശ്രീയിൽ സജീവമായിരുന്നു. എന്നാൽ അസുഖം പിടിപെട്ടതോടെ പ്രവർത്തിക്കാൻ കഴിയാതായി. പ്രത്യേക പരിഗണന വെച്ച് അവൾ മീറ്റിങ്ങിന് ചെല്ലേണ്ടതില്ലെന്ന് മറ്റംഗങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. എങ്കിലും കുടുംബശ്രീയുടെ നിബന്ധനകളെല്ലാം അവൾക്കും ബാധകമാണ്. അധീനയുടെ കഴുത്തിൽ ഒരു ചെറിയ സ്വർണ്ണ ചെയിൻ വാങ്ങിയിടാൻ കുടുംബശ്രീയുടെ ചിട്ടിയിൽ ചേർന്നിട്ടുണ്ട് ഭാനു. 20,000 രൂപയുടേതാണ് ചിട്ടി. ഇതിനോടകം 10,000-ഓളം ഇറക്കിക്കഴിഞ്ഞു. ഈ ആഴ്ചത്തെ തവണ സംഖ്യ വാങ്ങിക്കൊണ്ടു പോകാൻ വന്നതാണ് സാലി. ഭാനു വിളി കേൾക്കാതെ വന്നപ്പോൾ സാലി വീണ്ടും വിളിച്ചു. ഭാനുവേച്ചിയെ. ഭാനു വിളി കേട്ടില്ല. പൂമുഖവാതിൽക്കൽ എത്തിയതുമില്ല. സാലി അമ്പരന്നു. ഇവിടെ ആരുമില്ലേ? അനക്കമൊന്നുമില്ലല്ലോ. ഭാനുവേച്ചി, ഇതെവിടെ പോയി? സ്വയം പറഞ്ഞുകൊണ്ട് സാലി വരാന്തയിലേക്ക് കയറി. പെട്ടെന്നാണ് അവൾ അത് കണ്ടത്. വാതിൽപ്പടിയിൽ തലയടിച്ച് വീണ് കിടക്കുന്ന ഭാനു. തലയ്ക്ക് ചുറ്റും ചോര. വരാന്തയിലും മുറിക്കുള്ളിലുമായി അത് പടർന്നു കിടക്കുന്നു. അയ്യോ, ഓടി വരണേ. നിന്ന് നിൽപ്പിൽ സാലി അലറി വിളിച്ചു കരഞ്ഞു. റോഡിലൂടെ പോയവരും അയൽപക്കത്തുള്ള ചിലരും സാലിയുടെ നിലവിളി കേട്ട് ഓടിയെത്തി. ഇവിടെ മറ്റാരുമില്ലേ? രമണൻ രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നായിരുന്നല്ലോ. വന്നിട്ട് രമണൻ അങ്കമാലിക്ക് ഓട്ടം പോയി. വിജയകുമാരി ടീച്ചറിനെയും കൊണ്ട് മറ്റൊരാൾ പറഞ്ഞു. എങ്കിൽ ടീച്ചറിൻ്റെയോ രമണൻ്റെയോ മൊബൈലിൽ വിളിക്കുക. വേഗം മടങ്ങി വരാൻ പറ. മൊബൈലിൽ കയ്യിലുള്ള ആരോ വിജയകുമാരി ടീച്ചറെ വിളിച്ച് വിവരം പറഞ്ഞു. അവർ 50ഓളം കിലോമീറ്റർ പിന്നിട്ടിരുന്നു. രമണനും ടീച്ചറും മടങ്ങി വരാൻ ആരും കാത്തു നിന്നില്ല. വേഗം ഒരു ടാക്സി വരുത്തി ഭാനുവിനെ അതിൽ കയറ്റി. സാലിയും മറ്റു ചിലരും കൂടെ കയറി. വണ്ടി ഡോക്ടർ സത്യപാലിൻ്റെ ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. സെൻറ് മേരീസ് സ്കൂളിൽ ഉച്ച കഴിഞ്ഞുള്ള സെക്കൻഡ് പീരീഡ് ആയിരുന്നു. ഡോളി മിസ് ടെസ്റ്റ് പേപ്പറിൻ്റെ റിസൾട്ട് പറഞ്ഞ് ഓരോ കുട്ടിക്കും ഉത്തരപ്പേപ്പർ നൽകിയാണ്. അധീന രമണൻ A+. ഡോളി മിസ് പേപ്പർ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിളിച്ചു. അധീന എഴുന്നേറ്റ് നിന്നു. എക്സലൻറ്റ്, 99 മാർക്കുണ്ട് മോൾക്ക്, മിടുക്കി. ഡോളി മിസ്സിൻ്റെ അടുത്തേക്ക് വന്നു നിന്ന് അധീന ഭവ്യതയോടെ പേപ്പർ വാങ്ങി. ഒരു ചെറുചിരി മാത്രം അവളുടെ അധരങ്ങളിലുണ്ടായിരുന്നു. അധീനയ്ക്ക് എല്ലാ വിഷയത്തിനും 98, 99, 100 മാർക്കെന്ന് ഡോളി മിസ്സിനറിയാം. സ്കൂളിൻ്റെ അഭിമാനവും പ്രതീക്ഷയുമാണവൾ. SSLCക്കും +2-നും അധീന രമണൻ സ്കൂളിൻ്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുമെന്ന് അവർക്ക് ഉറപ്പുണ്ട്. മോള് പോയി സീറ്റിലിരുന്നോളൂ, ഡോളി മിസ് വാത്സല്യത്തോടെ അവളോട് പറഞ്ഞു. ശരി മിസ്. അധീന പേപ്പറുമായി തിരിഞ്ഞ് 2 അടി വെച്ചതേയുള്ളൂ. അപ്പോഴാണ് പ്യൂൺ രമേശ് ക്ലാസിൻ്റെ വാതിൽക്കലെത്തിയത്. അയാൾ അകത്തേക്ക് വന്നു. ഇത് പ്രിൻസിപ്പൽ തന്നതാണ്. രമേശ് ഒരു തുണ്ട് പേപ്പർ ഡോളി മിസ്സിന് നേരെ നീട്ടി. ഡോളി മിസ് അത് വാങ്ങി വായിച്ചു. ഈശോയെ. ഡോളി മിസ് സ്വയം കുരിശു വരച്ചു. അധീന, അവർ വിളിച്ചു. അധീന സീറ്റിലെത്തിയിരിക്കാൻ ഭാവിക്കുകയായിരുന്നു. അവൾ മിസ്സിൻ്റെ നേർക്ക് നോക്കി. ഇങ്ങു വരൂ.
അദീന വീണ്ടും വന്നു. ഡോളി മിസ് അവളുടെ തോളിൽ കൈയിട്ട് കരുണയോടെ ചേർത്ത് പിടിച്ചു. എന്താ മിസ്? അമ്പരപ്പോടെയാണ് അവൾ ചോദിച്ചത്. നമുക്കിപ്പോൾ അദീനയുടെ വീട് വരെ ഒന്ന് പോകണം, ഡോളി മിസ് പറഞ്ഞു. വീട്ടിലോ? അതെന്തിനാ? പതർച്ചയോടെ അദീന ചോദിച്ചു. പറയാം. അദീനയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഡോളി മിസ് ക്ലാസിൻ്റെ പുറത്തെത്തി. വരാന്തയിലൂടെ സ്കൂളിൻ്റെ പ്രധാന കവാടത്തിലേക്ക് അവർ നടന്നു. പോർച്ചിൽ പ്രിൻസിപ്പൽ ഐസക് തോമസ് സാറിൻ്റെ ഇന്നോവ കിടക്കുന്നു. പ്രിൻസിപ്പൽ ഡ്രൈവിംഗ് സീറ്റിലുണ്ട്. കാറിനുള്ളിൽ ആര്യയും ആമിയും ഇരിക്കുന്നു. ആര്യയുടെ മിസ് പ്രീതയും ആമിയുടെ മിസ് ശ്രീപ്രിയയും അവർക്കൊപ്പമുണ്ട്. അവരോടൊപ്പം അദീനയും ഡോളി മിസ്സും കയറി. രമേശ് മൂവരുടെയും സ്കൂൾ ബാഗ് വണ്ടിക്കുള്ളിലേക്ക് കൊണ്ടുവന്നു വെച്ചു. ഇച്ചേച്ചി, ആര്യ അദീനയെ തോണ്ടി വിളിച്ചു. സ്കൂൾ വിടുന്ന സമയം ആയില്ലല്ലോ, നമ്മൾ എന്തിനാ ഇപ്പോൾ വീട്ടിൽ പോണേ? എന്തിനാ നമ്മൾ വീട്ടിൽ പോണേ? ആമിയും ചോദിച്ചു. ഉത്തരം തേടുന്ന പോലെ അദീന ഡോളി മിസ്സിനെ നോക്കി. 3 മിസ്സുകളും മങ്ങിയ മുഖത്തോടെ അന്യോന്യം നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. അദീനയ്ക്ക് ഭീതി ഇരട്ടിച്ചു. കാരണമില്ലാതെ ഒരു ഭീതി. അവളുടെ കുഞ്ഞു ഹൃദയം ശക്തിയായി മിടിച്ചു. ഐസക് തോമസ് സാർ വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പുറത്തു നിന്ന കരുണൻ സാറിനെ നോക്കി പറഞ്ഞു. ഞങ്ങൾ നീങ്ങുകയാ. ബാക്കിയുള്ളവർ സ്റ്റുഡൻസിനെയും കൊണ്ട് സ്കൂൾ ബസ്സിൽ പോന്നോളൂ. ശരി സാർ, കരുണൻ സാർ സമ്മതിച്ചു. സ്കൂൾ ബസ്സിൽ കരുണൻ സാറിൻ്റെ നേതൃത്വത്തിൽ കുട്ടികളെയും കൂട്ടി ഇതിനു മുമ്പ് യാത്ര പോയിട്ടുണ്ട്. കൂട്ടത്തിൽ അദീനയും പോയിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന ഏതെങ്കിലും കുട്ടിയുടെ അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ മരിച്ചുപോയെന്നറിയുമ്പോഴായിരുന്നു അത്. ആ ഓർമ്മയിൽ അദീന ശക്തിയായി നടുങ്ങി. അവളുടെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. 2 കണ്ണുകളും നിറഞ്ഞു വന്നു. രാവിലെ സ്കൂളിലേക്ക് പോരും മുമ്പ് അമ്മ പറഞ്ഞ വാക്കുകൾ അവൾ ഓർത്തു. മരണം കുറിക്കപ്പെട്ടു കഴിഞ്ഞു എന്ന്. അപ്പോൾ തൻ്റെ അമ്മ? ആ ചിന്ത അദീനയുടെ തലച്ചോറിനെ ചുട്ടുപൊള്ളിക്കുമ്പോൾ ഐസക് സാർ വണ്ടി നിർത്തി. മോളെ, വീടെത്തി, ഇറങ്ങ്. 3 മിസ്സുകളും ചേർന്ന് കുട്ടികളെ ഇറക്കി. അദീന കണ്ടു. വീടിൻ്റെ പടിക്കലും വഴിയിലും നിറയെ ആളുകൾ, വാഹനങ്ങൾ. വീടിൻ്റെ മുറ്റത്തൊരു പന്തൽ. മുറ്റത്തും വീടിനുള്ളിലും നിറയെ ആളുകൾ. അദീന ആര്യയുടെയും ആമിയുടെയും കയ്യിൽ മുറുകെ പിടിച്ചു. എന്നിട്ട് അടിവെച്ച് മുന്നോട്ട് നടന്നു. സ്കൂളിൽ നിന്ന് കുട്ടികൾ വന്നു. അവരുടെ ടീച്ചേഴ്സുമുണ്ട്. ആരോ പറയുന്നു. അനുകമ്പയോടെ അവരെ നോക്കുന്നു. വഴി മാറുന്നു. പന്തലിലേക്ക് കയറുന്നിടത്ത് ആരോ താങ്ങിപ്പിടിച്ചിട്ടെന്ന വണ്ണം ചങ്ക് പൊട്ടി നിന്ന രമണൻ മക്കളെ മൂവരെയും വാരി പിടിച്ചു. അയാൾ വിതുമ്പിക്കരഞ്ഞു. അമ്മ പോയിടി മക്കളെ. അച്ഛാ. അദീന വിറങ്ങലിച്ചു നിന്നു. അമ്മ പോയെന്ന്. എൻ്റെ ഭാനു പോയി. ഒന്നും മിണ്ടാതെ പോയി. സങ്കടം സഹിക്കാനാകാതെ രമണൻ സ്വന്തം തലയിൽ ആഞ്ഞു തല്ലി. അമ്മേ. ഒരു കുതിപ്പായിരുന്നു അദീന പന്തലിനുള്ളിലേക്ക്. ഇത്തിരി മുമ്പ് സംശയിച്ചു നിന്ന അതേ ദൃശ്യം അവൾ കണ്ടു. വെള്ള പുതച്ചു പന്തലിനുള്ളിൽ നീണ്ടു നിവർന്നു കിടക്കുന്നു അമ്മ. മൂക്കിൻ്റെ 2 ദ്വാരങ്ങളിലും പഞ്ഞുകൊണ്ട് അടച്ചിരിക്കുന്നു. തലയ്ക്കൽ കത്തുന്ന നിലവിളക്ക്, അതിനരികിൽ പുകയുന്ന സാമ്പ്രാണി, അഷ്ടഗന്ധം. എൻ്റെ അമ്മേ. ആർത്തലച്ച് കരഞ്ഞ് അദീന ആ വെള്ള പുതപ്പിന് മീതെ വീണു. ഉറക്കെ ഉറക്കെ അവൾ കരഞ്ഞു. അമ്മേ, വിളി കേൾക്കമ്മേ. അമ്മയുടെ ആദിമോളാ വിളിക്കുന്നേ. ഒന്ന് വിളി കേൾക്കമ്മേ. ഭാനുവിൻ്റെ മുഖത്തേക്ക് 2 കൈകളും നീട്ടിപ്പിടിച്ചുകൊണ്ട് അദീന വിളിച്ചു. പെട്ടെന്ന് അവൾ 2 കരങ്ങളും ശക്തമായ നടുക്കത്തോടെ പിൻവലിച്ചു. അമ്മയുടെ മുഖത്ത് എപ്പോഴും ഉണ്ടാകാറുള്ള സ്നേഹത്തിൻ്റെ ചൂടില്ല, വാത്സല്യത്തിൻ്റെ തുടുപ്പില്ല. പകരം മരവിപ്പ്, കല്ലിൽ തൊട്ട തണുപ്പ്. ഇച്ചേച്ചി. നിലവിളി പോലെ വിളിച്ചുകൊണ്ട് ആര്യ എവിടെ നിന്നോ അവൾക്കരികിലേക്ക് പാഞ്ഞു വന്നു. അവളുടെ തോളിൽ പിടിച്ചു കുലുക്കിക്കൊണ്ട് ആര്യ ചോദിച്ചു. ഇച്ചേച്ചി, ദേണ്ട അവർ പറയുക നമ്മുടെ അമ്മ മരിച്ചു പോയെന്ന്. നേരാണോ ഇച്ചേച്ചി? പിന്നുള്ള ആരുടെയോ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ആര്യ വിങ്ങിപ്പൊട്ടി. നമ്മുടെ അമ്മ മരിച്ചോ ഇച്ചേച്ചി? തൊട്ടു പിന്നാലെ അതേ ചോദ്യത്തോടെ ആമിയും എത്തി. അദീന വിറയലോടെ അനിയത്തിമാരെ 2 പേരെയും ചേർത്ത് പിടിച്ചു. എന്നിട്ട് നെഞ്ചു പൊട്ടുന്ന ശബ്ദത്തിൽ ഉറക്കെ കരഞ്ഞു. അനിയത്തിമാർക്കുള്ള മറുപടിയായിരുന്നു അത്. മക്കളെ. പെട്ടെന്ന് 2 കരങ്ങൾ നീണ്ടുവന്ന് അവരെ 3 പേരെയും പൊതിഞ്ഞു. ഇങ്ങു വാ മക്കളെ. ഭാനുവിനോട് വഴക്കടിച്ച് പിടുങ്ങിപ്പോയ പാച്ചിയമ്മയായിരുന്നു അത്. വിവരമറിഞ്ഞു വന്നതാണവർ. വന്നപ്പോൾ മുതൽ ഭാനുവിൻ്റെ മൃതദേഹത്തിനരികിൽ കുത്തിയിരുന്ന് കരച്ചിൽ തന്നെയാണ്. അദീന അവരെ മുറുകെ പിടിച്ചുകൊണ്ട് വിലപിച്ചു. മുത്തശ്ശി, അമ്മ. പാച്ചിയമ്മയും ഈ കുഞ്ഞുങ്ങൾക്കൊപ്പം പൊട്ടിക്കരഞ്ഞു. അമ്മേ. രേവതി അടക്കിയ ശബ്ദത്തിൽ പാച്ചിയമ്മയെ വിളിച്ചു. അവർക്കരികിൽ ഇരിക്കുകയായിരുന്നു രേവതി. അവൾ അമ്മയെ ശാസിച്ചു. മതി അമ്മയെ കരഞ്ഞത്. അമ്മയ്ക്ക് വയസ്സായി. കരഞ്ഞ് കരഞ്ഞ് വല്ലതും വരുത്തി വെക്കല്ലേ. മുഖം തിരിച്ച് രേവതി പതിയെ എന്തോ പിറുപിറുത്തു. പാച്ചിയമ്മയെ കെട്ടിപ്പിടിച്ചിരുന്ന് കരയുന്നതിനിടയിൽ അദീന കണ്ടു.
യൂണിഫോമിൽ കറുത്ത ബാഡ്ജ് കുത്തി തൻ്റെ സഹപാഠികൾ വരിവരിയായി വരുന്നു. അവരെ നയിച്ചുകൊണ്ട് അധ്യാപകരുമുണ്ട്. മുമ്പ് ഇതുപോലെ കറുത്ത ബാഡ്ജ് ധരിച്ച് താനും പോയിട്ടുണ്ട് പലയിടത്തും. പക്ഷേ അപ്പോഴൊന്നും ഓർത്തിരുന്നില്ല ഒരിക്കൽ തൻ്റെ വീട്ടിലേക്കും ഇങ്ങനെ കുട്ടികൾ എത്തുമെന്ന്. സഹപാഠികളെ കാണാൻ ശക്തിയില്ലാതെ അദീന മുഖം പൊത്തിപ്പിടിച്ചു. അവളുടെ 10 വിരലുകളെയും നനയിച്ച് കണ്ണീർ കുതിച്ചൊഴുകി. അദീനയുടെ അമ്മ വീണ് കിടക്കുന്നത് ആരാ ആദ്യം കണ്ടത്? ഡോളി മിസ് അരികിൽ നിന്ന സ്ത്രീയോട് ചോദിച്ചു. സാലിയ കണ്ടത്. അവൾ ഞങ്ങളുടെ കുടുംബശ്രീയുടെ സെക്രട്ടറിയാ. ഭാനുവിന് അസുഖമായതുകൊണ്ട് ചിട്ടിപ്പണം വാങ്ങിക്കൊണ്ടു പോകാൻ വന്നതായിരുന്നു സാലി. ഭാനു തലയടിച്ച് വീണ് കിടക്കുകയായിരുന്നു. ചോര മുഴുവൻ പോയി. വീണയുടൻ ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടുത്താമായിരുന്നെന്ന് ഡോക്ടർ പറഞ്ഞു. കഷ്ടം, വല്ലാത്തൊരു വിധിയായിപ്പോയി. ഡോളി മിസ് സങ്കടപ്പെട്ടു. 3 പെൺകുഞ്ഞുങ്ങൾക്ക് അമ്മയില്ലാതായി. ഇതിപ്പോൾ രോഗം ഇതാണെന്നറിഞ്ഞപ്പോഴേ ഞങ്ങളൊക്കെ ഭാനുവേച്ചിയുടെ മരണം ഉറപ്പിച്ചതാ മിസ്സേ. സംഭാഷണം കേട്ട് രേവതി എഴുന്നേറ്റ് വന്നു. ഇതിപ്പോൾ ഇത്രയും വൈകിയെന്ന് മാത്രം. പക്ഷെ അവർക്ക് അസുഖം കുറവുണ്ടായിരുന്നല്ലോ, മിസ് പറഞ്ഞു. ഓ, എന്തോന്ന് കുറവ് മിസ്സേ. എന്തായാലും ഈ രോഗമല്ലേ. ബ്ലഡ് ക്യാൻസർ വന്നാലത്തെ സ്ഥിതി അറിയാലോ. വർഷം 3ആയി എൻ്റെ ഏട്ടൻ ചികിത്സ തുടങ്ങിയിട്ട്. 1-2 രൂപയാണോ? ലക്ഷങ്ങളല്ലേ ചിലവായത്. കടത്തിന് മീതെ കടമായി. എന്നിട്ട് ആളെ കിട്ടിയോ? ദേ പോയി. പിന്നെ രേവതി ശബ്ദം താഴ്ത്തി പറഞ്ഞു. രോഗം തുടങ്ങിയപ്പോഴേ ആളങ്ങ് പോയിരുന്നെങ്കിൽ എൻ്റെ ഏട്ടൻ കടത്തിയെന്നെങ്കിലും രക്ഷപ്പെട്ടേനെ. ശരിയല്ലേ മിസ്സേ? ഡോളി മിസ്സിൻ്റെ മുഖം ചുളിഞ്ഞുപോയി. ഭാനു 3 പെൺകുഞ്ഞുങ്ങളുടെ അമ്മയല്ലേ? മിസ് ചോദിച്ചു. അമ്മ ജീവനോടെ ഉണ്ടെങ്കിൽ പെൺകുഞ്ഞുങ്ങൾക്ക് വിശ്വസിച്ചുറങ്ങാം. കടം കയറിയാലും രമണൻ ഭാനുവിനെ രക്ഷിക്കാൻ നോക്കിയത് അതാ. പക്ഷേ ഇനി? ഡോളി മിസ് നിർത്തി. രേവതിക്ക് അവർ പറഞ്ഞത് ഇഷ്ടമായില്ല. അവൾ മുഖം തിരിച്ചു. രേവതി പറഞ്ഞത് അധീനയും കേട്ടിരുന്നു. അമ്മ കയറാതെ കുറച്ചുകൂടി മുമ്പേ മരിക്കേണ്ടിയിരുന്നുവെന്ന്. വേണ്ട, എൻ്റെ അമ്മ മരിക്കണ്ട. അച്ഛൻ എത്ര കടം വന്നാലും സാരമില്ല. എനിക്ക് എൻ്റെ അമ്മയെ വേണം. അധീനയുടെ മനസ്സ് ചടിച്ചു. പോകല്ലേ അമ്മേ, എനിക്കൊന്നുമില്ല മോളു എന്ന് പറഞ്ഞ് വെള്ളപ്പുതുപ്പ് തട്ടി മാറ്റി അമ്മ എണീറ്റ് വരണേ. അവൾ ഏങ്ങിക്കരഞ്ഞ് പ്രാർത്ഥിച്ചു. രമണേട്ടാ. പന്തലിൻ്റെ ഒരു കോണിൽ ശവം പോലെ ഇരിക്കുന്ന രമണൻ്റെ അടുത്തേക്ക് വന്ന് രേവതിയുടെ ഭർത്താവ് സോമൻ ചോദിച്ചു. ഇനി ആരേലും വരാനുണ്ടോ? കാക്കണോ? ഇനി ആരും വരാനില്ല. രമണൻ്റെ അരികിൽ നിന്നിരുന്ന ശ്രീധരനാണ് ഉത്തരം പറഞ്ഞത്. ഭാനുവിൻ്റെ സഹോദരനാണ് ശ്രീധരൻ. അല്ലേലും രോഗാണു നിറഞ്ഞ ശരീരമല്ലേ. കൂടുതൽ സമയം വെച്ചുകൊണ്ടിരിക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞത്. സോമൻ പറഞ്ഞു. എങ്കിൽ കാര്യങ്ങൾ നടക്കട്ടെ. ശ്രീധരൻ വീണ്ടും പറഞ്ഞു. തെക്ക് വശത്ത് കുഞ്ഞപ്പനും കൂട്ടരും കുഴി വെട്ടുന്നുണ്ടായിരുന്നു. അത് തീർന്നോന്ന് നോക്കട്ടെ, എന്നിട്ട് കർമ്മം തുടങ്ങിയാൽ മതി, സോമൻ പറഞ്ഞു. അയാൾ ധൃതിയിൽ തെക്ക് വശത്തേക്ക് നീങ്ങി. 15 സെൻറ്റ് പറമ്പാണുള്ളത്. വീടിന് സമീപം നിൽക്കുന്ന വാഴയ്ക്കപ്പുറത്ത് 6 അടി നീളത്തിൽ അധികം താഴ്ചയില്ലാത്ത ഒരു കുഴിയാണ് എടുക്കുന്നത്. വിറക് അടുക്കി വയ്ക്കാൻ മാത്രം ആഴം. നടക്കില്ലെന്ന് ഞാനല്ലേ പറഞ്ഞത്. സോമൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ കുഴി വെട്ടുന്നിടത്ത് ആരോ ശബ്ദമുയർത്തുന്നു. കുഞ്ഞപ്പനും കൂട്ടരും പണി നിർത്തിയിരിക്കുന്നു. എന്താ കുഞ്ഞപ്പ കുഴി തീരാത്തത്? സോമൻ ചെന്നപാട് ശാസിച്ചു. എങ്ങനെ കുഴി തീർക്കാനാ സോമേട്ടാ? ഇയാൾ പറയുന്നു ഇവിടെ കുഴിയെടുക്കാനോ ശവം സംസ്കരിക്കാനും ഒന്നും പറ്റില്ലെന്ന്. കുഞ്ഞപ്പൻ എതിരെ നിൽക്കുന്നവൻ്റെ നേർക്ക് വിരൽ ചൂണ്ടി. അജാനുബാഹുമായ ഒരാൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. കസവുമുണ്ടും ഖദർ സിൽക്ക് ഷർട്ടുമാണ് വേഷം. കഴുത്തിലും കൈത്തണ്ടയിലും വിരലുകളിലും തടിച്ച സ്വർണ്ണാഭരണങ്ങൾ. അത് പറയാൻ താനാരാ? സോമൻ ചോദിച്ചു. പുന്നൂസ്കറിയ. അയാൾ ചിരിച്ചു. ബ്ലേഡ് പുന്നൂസ് എന്ന് വിളിക്കും. നീ എന്നെ അറിയത്തില്ല, പക്ഷെ നിൻ്റെ അളിയൻ രമണൻ അറിയും. താൻ കാര്യം പറയടോ. സോമന് പുന്നൂസ്കറിയയുടെ നിൽപ്പും പറച്ചിലും ജാടയും ഇഷ്ടപ്പെട്ടില്ല. ഈ വീടും 15 സെൻറ്റ് സ്ഥലവും എൻ്റെ പേരിൽ ഈട് തന്നിട്ട് രമണൻ എന്നോട് കുറച്ച് കാശ് വാങ്ങിയിട്ടുണ്ട്. മുതലും പലിശയുമായി അതിപ്പോൾ വലിയ തുകയായി. അതുകൊണ്ട് ഞാൻ ഈ വീട് പിടിച്ചെടുക്കുകയാണ്. അതിനിടയ്ക്ക് ഇവിടെയിട്ട് ശകം തെറിപ്പിക്കാൻ പറ്റില്ല, അയാൾ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. സോമൻ വേഗം തിരിച്ചു നടന്നു രമണൻ്റെ അടുത്തെത്തി. രമണേട്ടാ, ഒരു ബ്ലേഡ് പുന്നൂസ് വന്ന് ബഹളം വയ്ക്കുന്നു. ഈശ്വര! രമണൻ നടുങ്ങിപ്പോയി. സർവ്വവേദനയും ഉള്ളിലടക്കിക്കൊണ്ട് സോമനൊപ്പം രമണൻ കുഴിവെട്ടുന്നിടത്തെത്തി. എന്നിട്ട് പുന്നൂസിൻ്റെ മുമ്പിൽ കൈകൂപ്പി. സാറിൻ്റെ പണം ഞാൻ തന്നു തീർത്തോളാം. ദൈവത്തെ ഓർത്ത് ഈ സമയത്ത് പ്രശ്നമുണ്ടാക്കല്ലേ സാറേ. രൂപ 1-2 അല്ലടാ, മുതലും പലിശയും കൂടി 10 ലക്ഷമായി. നീ എവിടെ നിന്നെടുത്തിട്ട് തരാനാ? തരാം സാറേ. രമണൻ ഭൂമിയോളം താഴ്ന്ന് കെഞ്ചി. നടക്കില്ലടാ, നീ പറഞ്ഞ അവധി ഒരുപാട് തെറ്റി.
അതുകൊണ്ട് ഞാൻ ഈ വീടും പറമ്പും പിടിച്ചെടുക്കുക. ഇവിടെ ഇട്ട് ശവം ദഹിപ്പിച്ചാൽ മറിച്ച് വിൽക്കുമ്പോൾ എനിക്ക് ഉദ്ദേശിച്ച വില കിട്ടുവേല. ശവമെടുത്ത് വല്ല ശ്മശാനത്തിലോട്ടും കൊണ്ടുപോകാൻ നോക്കടാ. പുന്നൂസ് ആക്രോശിച്ചു. രമണൻ്റെ സകല നിയന്ത്രണവും വിട്ടു. എടാ പുന്നു! അയാൾ പുന്നൂസിൻ്റെ നേർക്ക് കുതിച്ചു.